പാലൂറ്റും സ്നേഹം നീയേ മറഞ്ഞോ താരാട്ടാതെന്തേ കരയാൻ കണ്ണീരില്ല. ചായ കുടിച്ചാ? എങ്ങനെയുണ്ട്? സത്യസന്ധമായിട്ട് പറയാം, എന്നെ സേൽപ്പിക്കാൻ വേണ്ടി പറയരുത്. സത്യമായിട്ട് എന്താണെന്നറിയാം, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പൊ കറക്റ്റ് ചെയ്യേണ്ട സമയമാണ്. അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ട്. പാലൊഴിച്ചിട്ട് എന്ത് പാലൊഴിച്ച്? മിൽമ പാല്, പശുമ്പാല് അല്ലേ? അല്ല പിന്നെ പശുമ്പാല് പോത്തുംപാലാണോ? എല്ലാ ഭാഗ്യശാലികളെയും ലക്ഷാധിപതികളെയും 13 ലക്ഷാധിപതികളാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. മൂന്നാമത്തെ ബാച്ചാണ് നമ്മൾ 10 ലക്ഷം വെച്ച് കൊടുക്കുന്നത്. ആദ്യത്തെ 2 ബാച്ചിന് കോർപ്പറേറ്റ് ഓഫീസ് വെച്ച് കൊടുത്തു. ഇത് മൂന്നാമത്തെ ബാച്ചിനാണ് വെച്ച് കൊടുക്കുന്നത്. ഒഴിവനുസരിച്ച് അവിടെ ഇല്ലപ്പോ 1 2 ആഴ്ച കൂടുമ്പോഴാണ്, മാസത്തിൽ 1 2 പ്രാവശ്യമായിട്ടാണ് ഈ 10 ലക്ഷം കൊടുക്കുന്നത്. ഓച്ചേറ്റി ലക്കി ഡ്രോയിലൂടെ ദിവസേന 10 ലക്ഷം ക്യാഷ് പ്രൈസ് കൂടാതെ 13,704 ക്യാഷ് പ്രൈസുകളും ഒക്കെ ദിവസേന നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പേരാണ് ഇന്നിവിടെയുള്ളത്. 25 കോടി രൂപയാണ് ബമ്പർ പ്രൈസ്. ഇനി ചായപ്പൊടിയുടെ കച്ചവടം കൂടും. നാട്ടിൽ മുഴുവൻ നിങ്ങൾ വാങ്ങി കൊടുക്കും ഹോൾസെയിലായിട്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരാനല്ലോ, അതൊരു പ്രത്യേകത. എല്ലാവരും പറയുന്നത് മറ്റു കച്ചവടങ്ങൾക്കൊക്കെ നമ്മൾ പരസ്യം ചെയ്യണം, മറ്റുള്ളവരെ പിന്നാലെ പോകണം. ഇത് വീടിന്റെ മുമ്പിൽ ക്യൂ ആ, രാവിലെ കടയുടെ മുമ്പിൽ വീട്ടിൽ ക്യൂ ആ. കോച്ചേട്ടി വാങ്ങുക. ചായയുടെ മാത്രം പവറാണോ? അല്ല, 10 ലക്ഷം 25 കോടിയുടെ കൂടെ പവറാണ്. സെയിൽസ് പ്രൊമോഷനാണ്, ലോട്ടറി അല്ല. ലോട്ടറി എന്ന് പറയുന്നത് ടിക്കറ്റ് പൈസക്ക് വിൽക്കുന്നതിനെയാണ് ലോട്ടറി എന്ന് പറയുന്നത്. പലർക്കും അറിവില്ലാതെ ലോട്ടറി കച്ചവടമാണ്, സമാന്തര ലോട്ടറിയാണെന്നൊക്കെ പറയുന്നത്. ഒന്നുമല്ല. സെക്ഷൻ 2B ആക്ട് പ്രകാരം പറയുന്നുണ്ട് ടിക്കറ്റ് വിൽപ്പനയാണ് ലോട്ടറി, ഇത് ലോട്ടറി അല്ല. എന്നതുകൊണ്ട് തന്നെ വയനാട്ടില് കോടതിയിൽ ഒരു കേസ് എത്തി, കോച്ചെട്ടി ലക്കി ഡ്രോയിനെതിരെ. അവിടെ കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്, ഓർഡർ എന്നുള്ള ഭാഗത്ത് പറയുന്നത് ഇത് സെയിൽസ് പ്രൊമോഷനാണ്, ലോട്ടറി അല്ല. അതുകൊണ്ട് ഇതില് വഞ്ചനയോ കേസോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഉണ്ട്. അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അതിന്റെ എടുത്തിട്ട്, കാരണം പലരും ഇത് വെച്ചിട്ട് ബോബി ചെമ്മണ്ണൂർ മോച്ചയ്ക്കെതിരെ കേസ്, ലോട്ടറിക്കെതിരെ കേസ്, ഭൂലോക തട്ടിപ്പ്, വെട്ടിപ്പ്. എന്ത് തട്ടിപ്പ് വെട്ടിപ്പ്? എനിക്ക് കോടികള് നഷ്ടമാണ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ബ്രേക്ക് ഈവൻ ആവുക. അമിതമായ കാശുണ്ടാക്കി പറയുന്നത്. എന്റെ കണക്ക് ഓപ്പൺ ആര് വന്നാലും കാണിച്ചാലേ ഞാൻ എന്താ ഉണ്ടാക്കിയാൽ ആവും. ഇപ്പൊ കാശ് കിട്ടുന്നത് നിങ്ങൾക്കും ഓച്ചെ പാർട്ണർ ഫ്രാഞ്ചൈസി കച്ചവടം ചെയ്യുന്നവർക്ക് കാശ്. അവർക്ക് ചെലവോ പൈസ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കിത് മാസങ്ങൾ എടുക്കുന്നു ബ്രേക്ക് ഈവൻ ആവാൻ. ഞാൻ ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയെന്നൊക്കെ പറയും. അപ്പോ ഇതാണ് കേസ്. ഇതിന്റെ ഡീറ്റെയിൽസും ഇതൊക്കെ ഞാൻ ഇവിടെ ഇടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ. മാത്രമല്ല, ലോട്ടറി വിൽപ്പന കുറഞ്ഞു. ലോട്ടറി വിൽപ്പന കൂടി ഞാനത് തുടങ്ങിയത് ഇതൊരു പ്രചാരമായി. ഞാൻ ഓരോ ദിവസത്തെയും ലോട്ടറി വിൽപ്പനയുടെ റിപ്പോർട്ട് ഞാൻ ഇതിലിടാം. അതിൽ കാണാം ഫുൾ സോൾഡ് ഔട്ട്, ഫുൾ സോൾഡ് ഔട്ട്. ഞാൻ 15-ാം തീയതിയാണ് തുടങ്ങുന്നത്. 15-ാം തീയതിക്ക് മുമ്പത്തെ മാസം 9 കോടി രൂപയുടെ സെയിൽസ് കുറവാണ്. ലോട്ടറി ന്യൂസ് ഉണ്ട്. 15-ാം തീയതിയാണ് തുടങ്ങുന്നത്. അതിന് മുമ്പത്തെ ന്യൂസിൽ അത് വന്നിട്ടുണ്ട്. ഞാൻ തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും ഫുള്ള് വിൽപ്പനയാണ് ടിക്കറ്റ് ലോട്ടറിക്ക്. 1% പോലും ലോട്ടറി ഏജന്റുമാരെയോ തൊഴിലാളികളെയോ ബിസിനസ്സുകാരെയോ ബാധിച്ചിട്ടില്ല. ഞാൻ അവർക്കെതിരായിട്ട് അവർക്ക് നഷ്ടം കിട്ടുന്ന ഒരു പരിപാടിക്ക് പോകും. ചായ കച്ചവടമാണ് എന്റെ ബിസിനസ്. ചായപ്പൊടി വിൽപ്പനയിൽ ഇച്ചിരി കോമ്പറ്റീഷൻ വലിയ വലിയ ടീമുകളൊക്കെയാണ് ചിലപ്പോൾ ഉണ്ടാവാം. എനിക്കൊരു 5% ചായപ്പൊടി വിൽപ്പന കിട്ടിയാൽ മതി. അത്യാഗ്രഹമൊന്നുമില്ല, അത്രയും എന്റെ ആഗ്രഹമുള്ളൂ. അത് ഓൾ ഇന്ത്യ, ആഫ്രിക്ക, ഫിലിപ്പൈൻ 3-4 രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ്. അതുകൊണ്ട് കേരളത്തിൽ കിടന്ന് സ്ഥിരം ഈ പരിപാടിക്കൊന്നും ഞാനില്ല. 35 അത് വേറെ കച്ചവടം ചെയ്യണ്ട, ഹോൾസെയില് വേറെ വിറ്റു. അതെ,
ഇതാണ് ഇപ്പൊ പലരും ബ്ലാക്കിൽ വെക്കേണ്ടത് കേട്ടിട്ട്. ബ്ലാക്കിലല്ല, അതേ വിലക്കല്ലേ വിറ്റ്. പലരും 40 രൂപയുടെ 50-നോ 60-നോ ഒക്കെ വിൽക്കുന്നുണ്ട് ബ്ലാക്കില്. പിന്നെ കുറെ തമിഴ്നാട്ടിലേക്കൊക്കെ കൊണ്ടുപോയി, അവിടെ ലോട്ടറി ഇല്ലല്ലോ, അവിടെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുന്നുണ്ട്. പിന്നെ ബോച്ചെ പാർട്ണർ ഫ്രാഞ്ചൈസി ഞാൻ നേരിട്ട് കൊടുക്കണേ. പലരും 1 ലക്ഷം 2 ലക്ഷം ഒക്കെ എന്റെ പേര് പറഞ്ഞിട്ട് ബോച്ചെ ടീ ഫ്രാഞ്ചൈസി ശരിയാക്കിയതാന്ന് പറഞ്ഞിട്ട് പോലീസ് കേസൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാണ്, വീഡിയോയിൽ വരുമ്പോ ഫ്രാഞ്ചൈസി ഞാൻ നേരിട്ടാണ് കൊടുക്കുന്നത്. എൻക്വയറി നമ്പർ അവിടെ കാണാം. കൊടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കണ്ട് നേരിട്ട് ഒരു പൈസയും ഞാൻ ഡെപ്പോസിറ്റ് ആയിട്ടോ ഇതിനൊരു ഫണ്ടായിട്ടോ ഒന്നും ഫ്രാഞ്ചൈസി ഇപ്പൊ വാങ്ങണില്ല. ഇപ്പൊ ആദ്യത്തെ 2-3 മാസമില്ല, ചിലപ്പോൾ 2-5 ലക്ഷമൊക്കെ വാങ്ങുമായിരിക്കാം. ഇപ്പൊ കൊടുക്കുന്ന 10 ബ്രാൻഡ്സിൽ ഓരോ ജില്ലയിലും, അങ്ങനെ 14 ജില്ലയിൽ കൊടുക്കുന്നതിന് ഫ്രാഞ്ചൈസി ഫീസോ ഡെപ്പോസിറ്റോ ഇല്ല. ആ പേര് പറഞ്ഞ് ആര് വന്നാലും കൊടുക്കരുത്. ഇതെല്ലാവരും ഷെയർ ചെയ്യണ രീതിയോ, വഞ്ചിക്കപ്പെടാൻ പാടില്ല. ഞാൻ വാങ്ങുന്നില്ല, ഞാൻ പൈസയ്ക്ക് മാത്രമായിട്ടല്ല ഇത് ചെയ്തത്. തീർച്ചയായിട്ടും കച്ചവടം ചെയ്യുന്ന പൈസ ഉണ്ടാക്കാനാണ്, ലാഭം ഉണ്ടാക്കാനാണ്. കുറച്ചധികം ലാഭം ഇരിക്കും, കുറച്ച് നമ്മുടെ ഫ്രാഞ്ചൈസി ചെയ്യുന്നവർക്കും പ്ലസ് ഇതിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആയിട്ട് ജനപങ്കാളിത്തത്തോടുകൂടെ ചെയ്യുന്ന ഒരു സംവിധാന ബിസിനസ്സാണ് ബോച്ചെ ലോട്ടറി ലക്കി ഡ്രോ ബിസിനസ്. അതുപോലെ പുതിയ ബോച്ചെ പാർട്ണർ ബ്രാൻഡിലുള്ള മിനി ജ്വല്ലറി സ്റ്റോർ ബോച്ചെ ഗോൾഡൻ ഡയമണ്ട് ലൈറ്റ് വെയിറ്റ് സൂപ്പർ കളക്ഷനുമായിട്ട് വരുന്നുണ്ട്. അതിലും ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്. ഇതിലൊന്നും ഇപ്പോ നമ്മള് വേറെ കാശുകൾ വാങ്ങിയിട്ടല്ല, അത് ഞാനുമായിട്ട് നേരിട്ട് സംസാരിച്ചാണ്. കഥയിൽപ്പെടരുത്, അതുകൊണ്ടാണ് ആവർത്തിച്ചിട്ട് ഈ മെസ്സേജ് വീഡിയോയിലൂടെ പറയാൻ കാരണം. ഓൺലൈൻ വെബ്സൈറ്റ് വഴി വാങ്ങിയ ബോച്ചെ ടീയിലൂടെ 10 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷം. എത്ര പ്രാവശ്യം വാങ്ങിയ ബോച്ചെ ടീ? ഞാൻ കഴിഞ്ഞ 18-ാം തീയതി എല്ലാ ദിവസവും വാങ്ങും. 100 രൂപ പ്രൈസ് 10-15 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. പല പ്രൈസ് അടിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം അടിച്ചിട്ടുണ്ട്? 15-20 വട്ടം 15-20 പ്രാവശ്യം പ്രൈസ് അടിച്ചിട്ടുണ്ട്. ഇപ്പം 10 ലക്ഷം അടിച്ചിട്ടുണ്ട്. ഇതാണ് പ്രതീക്ഷ. 100 കിട്ടിയ, 1000 കിട്ടിയ, ചിലവർക്ക് 25,000, 5,000 കിട്ടി 10 ലക്ഷത്തിലെത്തി. ചിലവര് 100 രൂപ, 500 രൂപ, 1000 ഇതൊന്നും കാര്യമില്ല എന്ന് വെച്ചിട്ട് 4 ദിവസം കഴിയുമ്പോൾ വിട്ട് കളയും. ആ ഫോളോ അപ്പ് ആണ്, പ്രതീക്ഷയോടുകൂടിയുള്ള ഫോളോ അപ്പ് ആണ് അദ്ദേഹത്തിന് 10 ലക്ഷത്തിലെത്തിച്ചത്. സ്മിത, വെൽക്കം വെൽക്കം. വേറൊരു വാർഡിന്റെ 50-ാം വാർഡിന്റെ CDS മെമ്പറും അതുപോലെ കോഴിക്കോട് മാവൂറോഡ് ബ്രാഞ്ചിലെ ചെമ്പണ്ണൂർ കളക്ഷൻ ഏജന്റും ആയിട്ടുള്ള ഫാത്തിമ സോറ എന്ന് പറഞ്ഞ ആളെ കയ്യിൽ നിന്നാണ് ഈ ഒരു ചായപ്പൊടി വാങ്ങിച്ചത്. അതെ. അപ്പൊ ആദ്യമായിട്ട് അവര് കൊണ്ടുവന്ന സമയത്ത് ഫസ്റ്റ് എടുത്തതാണ്. ആ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഈ ചായപ്പൊടി വാങ്ങിച്ചത്. ഒന്നാമത് എടുത്ത പാക്കറ്റാണ്. ദൈവം, ഒന്നാമത്തേന് 10 ലക്ഷം അടിച്ചെങ്കില് സ്മിത ഒടുക്കത്തേന് എന്തായിരിക്കും? 25 കോടി ആയിരിക്കും അല്ലേ? കിട്ടട്ടെ. അപ്പൊ മുമ്പ് ലോട്ടറി എടുത്തിട്ടുണ്ടോ? ലോട്ടറി വല്ലപ്പോഴും എടുക്കാറുണ്ട്. ഹസ്ബൻഡിന് 1-2 ചെറുതായിട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ ബോച്ചയിലൂടെയാണ് സ്മിതയുടെ ഭാഗ്യം. ചെലവൊന്നും ചോദിക്കില്ലേ? എനിക്ക് ആളെ കൈക്കിട്ട് 10 ലക്ഷത്തില് TDS കഴിച്ചിട്ടാണ് പോവാ. എങ്കിലും നല്ലൊരു കാശില്ലേ? കൊല്ലം അഷ്ടമുടി ബോച്ചെട്ടി വാങ്ങിയത് നിങ്ങളാണോ? എങ്ങനെയാ വാങ്ങിയത്? ഓൺലൈനിൽ. എത്ര പ്രാവശ്യം വാങ്ങി? 17 പ്രാവശ്യം വാങ്ങി. അപ്പോ 10 ലക്ഷം അടിച്ചു. പിന്നെ ലാസ്റ്റ് 10 ലക്ഷം. ജ്വല്ലറിയിലാണോ? ഏത് 10 ലക്ഷം എന്ത് ചെയ്യുന്നത്? ജ്വല്ലറി തുടങ്ങുമോ? ചെറുത്ത് വേറെ സൂത്രം. നമ്മൾ മിനി ജ്വല്ലറി ബോച്ചെ പാർട്ണറിന്റെ ബ്രാൻഡില് മിനി ഷോപ്പ് ലൈറ്റ് വെയിറ്റ് സൂപ്പർ കളക്ഷൻ. അതിനധികം അതിന് നമ്മൾ ഈ 10 ലക്ഷം, 5 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം കിട്ടിയിട്ട് കുറച്ച് പേര് കൂട്ടിയിട്ട് ചെയ്യണം. മാസം തെറ്റില്ലാത്ത വരുമാനത്തിൽപ്പെട്ട ദിൽവ ദുനിയാവാല എന്താ ചെയ്യണത്? കായികത്തോടാണോ? അല്ല, പഠിക്കണോ? എന്തിനാ പഠിക്കുന്നത്? ബോച്ചെട്ടി വാങ്ങി ലക്ഷാധിപതി ആവാൻ വേണ്ടിയാണോ? ഒഡീശ്വരി ആവാൻ വേണ്ടിയാണോ പഠിക്കുന്നത്?
പഠിപ്പ് നിർത്തേണ്ടതാണ്. എന്തായാലും എനിക്ക് അഭിമാനം എന്താണെന്ന് അമേരിക്കയിൽ നിന്ന് ജ്വല്ലറിയുടെ അടുത്തുള്ള ഒരു സായിപ്പ് വിളിച്ചിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്തു. ഞാൻ ഓഫീസിലും മലയാളിയുണ്ട്, ആ മലയാളി കാണിച്ചു കൊടുത്തു. ഞങ്ങൾ മലയാളികളെ 34 കോടി രൂപ തിരിച്ച് ഞങ്ങൾ മലയാളി സഹോദരന്റെ ജീവൻ രക്ഷിച്ചു. ആളുടെ തല വെട്ടാൻ സൗദി കൊണ്ട് കൊടുത്തില്ല, അതൊരു വികാരമാണ്. അതുകൊണ്ട് സായിപ്പിനോട് ചോദിച്ചു, ഏതെങ്കിലും രാജ്യത്ത് 34 കോടി കൊടുത്തിട്ട് നാട്ടുകാരെങ്കിലും പുറത്തിറക്കിയിട്ടുണ്ടോ? ലോകത്തൊരു സംഭവം ഇല്ല എന്ന് പറയുന്നത്. സായിപ്പ് എന്നോട് ശരിക്കും റോമാഞ്ചായിപ്പോയി. അതാണ് നമ്മൾ മലയാളികൾ. ഒരു ആവശ്യം വന്ന ഒരുമിച്ച് അവിടെ ജാതി മതം പാർട്ടി ഒന്നുമില്ലൊക്കെ മറന്നിട്ടാണ്. അതിന് പ്രത്യേകം നന്ദി. നമ്മുടെ ഇന്ത്യക്കാരിൽ ഒരുപാട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവര് ലീവ് എടുത്തിട്ട് വേണം വർക്ക് ചെയ്യാൻ അല്ലേ? ലീവ് എടുത്തിട്ട് ഒരുപാട് പേര് പോലീസിനെ ഉദ്ദേശിച്ച് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ലീവ് എടുത്തിട്ട്. ഇതൊരു നമുക്കൊരു അപ്രിസിയേഷൻ ആണ് സ്പെഷ്യലായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനും. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പൈസ അടിക്കുന്നത് തെറ്റാണ്. ഗാംബ്ലിംഗ് അല്ല, അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പൊ കോടതിയുടെ ഓർഡർ ഞാൻ ഇപ്പൊ വീഡിയോയിൽ ഇടാൻ പോകുന്നതാണ്. സെക്ഷൻ 2B എന്തുവാണ്, ലോട്ടറി അല്ല, ചായപ്പൊടിയാണ്. ചിലവരത് പറഞ്ഞിട്ട് ചൂടാക്കണം, അതാണ് ഇതാണ് പോലെ. ചായപ്പൊടി വന്നു ഇത് മാത്രമല്ലല്ലോ, അലിബാബ എല്ലാ പേരും. ഞാനായതുകൊണ്ട് ഇത് ഫേമസ് ആയി, എല്ലാവരും നമ്മുടെ മക്കട്ടേക്കാണ്. ഇവിടെ എത്ര പേര് എന്തെല്ലാം കൊണ്ടു ദിവസേന നറുക്കെടുപ്പിലൂടെ കൊണ്ട് കാറ്, സ്വർണം, ടാക്സി, ഇതെല്ലാം ബിസിനസ്സുകാർക്ക് ബിസിനസ് ചെയ്യണ്ടേ, പ്രൊമോഷൻ വേണ്ടേ, ഭാഗമാണ് ഒരു അട്രാക്ട് ചെയ്യണ്ട. ആഘോഷ പ്രകമ്പനം ആർമാദം ആർക്കും മന്മാദം ആർക്കു പൊന്തട്ടെ ആഘോഷ പ്രകമ്പനം. ഒരു കാര്യം, നമ്മൾ ഈ വന്നവരില്ലേ ഒത്തിരി ദൂരത്തു നിന്ന് വന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കടലിന് അക്കരെ നിന്ന് വന്നവരുണ്ട്, ഗൾഫിൽ നിന്ന് വന്നവരുണ്ട്. പക്ഷെ 7 കടലിന് അക്കരെ നിന്ന് കോച്ചയെ കാണാൻ വന്ന ഒരു വ്യക്തിയുണ്ട്. 7 കടൽ കടന്നു വന്നിട്ടുണ്ട്. എന്താ പേര്? കാനഡയിലോ? കാനഡയിൽ നിന്ന് കോച്ചയെ കാണാൻ വേണ്ടി ഒരു ഫോട്ടോ 10 ലക്ഷം വാങ്ങിയില്ലേ? അങ്ങനെ. അപ്പൊ എന്താ ചെയ്യുന്നത്? 20 വർഷമായിട്ട് കാനഡയിൽ എവിടെയാ? ഞാൻ കാനഡയിൽ വന്നിട്ടുണ്ട്, ഞങ്ങളൊക്കെ അവിടെയാ. അവിടെ നമ്മുടെ വരുന്നുണ്ട് ജ്വല്ലറി, കോച്ചെ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് മിനി സ്റ്റോറുകൾ വരുന്നുണ്ട്, ലൈറ്റ് വെയിറ്റ് സൂപ്പർ കളക്ഷൻ ഷോപ്പുകൾ വരുന്നുണ്ട്. 100 ബ്രാൻഡ് ഇന്ത്യയിലും പുറത്തൊക്കെ വരുന്നുണ്ട്. അപ്പൊ കാണാൻ നമുക്ക്